ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇത്രയും കാലം വീഡിയോ ഇടാത്തിരുന്നതിൻ്റെ ഒരേ ഒരു കാര്യമുള്ളൂ, ഇത് കണ്ടിട്ട് ചിലവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നുകൂടി ചുപ്രാന്തി വിളിച്ചതാ, മൂക്ക് കുത്തി നാകിടകൂടുതാണ്. അല്ല, മൂക്ക് കുത്തിയല്ല, കൈ കുത്തി. അതൊക്കെ അങ്ങ് പോട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീൽസ് റിയാക്ടിങ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഗൈസ്, ഫസ്റ്റ് തന്നെ നമുക്കൊരു ചേട്ടൻ എങ്ങനെയാണ് പൈപ്പ് യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാൻ പോവാണ്. നമുക്കൊന്ന് നോക്കാം. പൈപ്പ് തുറക്കുവാനായി നമുക്ക് ആവശ്യം അടഞ്ഞു കിടക്കുന്ന ഒരു പൈപ്പാണ്. ആദ്യമായി പൈപ്പിനടുത്തേക്ക് നടന്നു ചെല്ലുക. നമ്മുടെ വലത് കൈകൊണ്ടോ അല്ലെങ്കിൽ ഇടത് കൈകൊണ്ടോ പൈപ്പ് തുറക്കാവുന്നതാണ്. ഞാൻ എന്റെ വലത് കൈകൊണ്ടാണ് പൈപ്പ് തുറക്കുന്നത്. പൈപ്പ് തുറക്കുവാനായി വലത് കൈകൊണ്ട് പൈപ്പിന്റെ മുകളിൽ പിടിച്ച് ഇടത്തേക്ക് തിരിക്കുക. കണ്ടില്ലേ? ഇനി വെള്ളത്തിന്റെ ശക്തി കൂട്ടണമെങ്കിൽ ഒന്നുകൂടെ ഇടത്തേക്ക് തിരിക്കുക. കണ്ടില്ലേ? കുറച്ചുകൂടെ വെള്ളത്തിന്റെ ശക്തി കൂട്ടണമെങ്കിൽ വീണ്ടും ഇടത്തേക്ക് തിരിക്കുക. ഇപ്പൊ ഫുൾ ഫോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പൈപ്പ് അടയ്ക്കുവാനായി വലത്തേക്ക് തിരിക്കുക. ഇത്രയും ഈസിയാണ് പൈപ്പ് തുറക്കുവാനും അടയ്ക്കുവാനും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഗൈസ്, ഈ മനുഷ്യൻ നമുക്ക് വേണ്ടി ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. എങ്ങനെ പൈപ്പ് ഉപയോഗിക്കാം എന്നുള്ളൊരു ട്യൂട്ടോറിയൽ. ഈ കാലത്ത് അത് ആവശ്യമാണ്. കാരണം എല്ലാവരും ജനിച്ച് വീഴുന്നത് തന്നെ ഫോണിലേക്കാണ്, അല്ലേ? അതെ. അപ്പോൾ ഇതിനെ നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതെയോ അയ്യോ, ഇതിൻ്റെ വയറെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗുണാക്കേവാന്നാണ്. അത്രയും ഇതാണ്. പക്ഷെ നമുക്ക് ഉറപ്പില്ല ഇത് ഈ ചേച്ചി തന്നെയാണോ കഴിക്കുന്നത്, അതോ ഫ്രണ്ട്സിന് കൊടുക്കും, അതോ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണോ എന്നും. അപ്പം നമുക്ക് കണ്ടുനോക്കാം. നോമ്പൊക്കെയല്ലേ വരുന്നത്, അതുകൊണ്ട് ഇന്ന് ഫുഡ് ഫുള്ള് കൺട്രോൾഡ് ആണ് കേട്ടോ. രാവിലെ 4 ചപ്പാത്തിയും ഒരു ചായയും ബാജിക്കറിയും ഒരു സോഡയും പിന്നെ ഐസ്ക്രീമും അതുപോലെ ഈ ഒരു പോപ്സിക്കിളും കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഉച്ചയ്ക്ക് വീട്ടിൽ പോയ പാടെ തന്നെ മധുഹൂത്ത് ഉണ്ടായി, ചിക്കൻ മധുഹൂത്ത്. പിന്നെ അത് എവിടെ ഇട്ടാത്തോണ്ട് ഡയറ്റ് ഒക്കെ അല്ല. അപ്പൊ 4 ചപ്പാത്തിയും പിന്നെ ചോറും ഉണ്ടായിരുന്നു, 2-3 കോരി ചോറിട്ട് കഴിച്ചിട്ടോ. പിന്നെ പഴം ഉണ്ടായിരുന്നു. പഴം എനിക്ക് വീട്ടിലെ സാറിന് പഴം വേഗം കുത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. തൊണ്ടയിൽ കുടുങ്ങി ചാവണ്ട ഓറഞ്ച് ജ്യൂസ്, പിന്നെ പുറത്ത് പോയപ്പോൾ മുന്തിരി ജ്യൂസും കുടിച്ച്. പിന്നെ ഒരു ഷോപ്പ് പോയിട്ട് വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ച്. പിന്നെ ഞാൻ ഫുഡ് കൊണ്ട് ഓർഡർ ചെയ്തിട്ടോ. 10 പീസ് ഫ്രൈഡ് ചിക്കൻ ആട്ടോ പറഞ്ഞത്. അയ്യോ, 1-2 എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് വലിയ ഇഷ്ടമായില്ലോ. പക്ഷെ നോമ്പല്ലേ എന്താ വെച്ചാൽ വലിച്ചു വാരി തിന്നും. പിന്നെ ഫുഡ് കണ്ടാൽ നമ്മൾ ബാക്കിയാക്കിയത്, ഫുഡ് ബാക്കിയാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നടക്കൂല ഗൈസ്. പിന്നെ ഒരു ചീസി ലോഡർ ഫ്രൈസും ഒരു നോർമൽ ലോഡർ ഫ്രൈസും വേറെ ഒരു ഭാഗത്ത് ഡെപ്പോസിറ്റ് ചെയ്ത്. പിന്നെ ഞാനിത് 3 ഫ്ലേവർ മോമോസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തോ വിഷമാവുന്നുണ്ട്, നാളെ തൊട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. അതും കഴിച്ച് 2 ബർഗറും പറഞ്ഞിട്ടുണ്ട്. അതും കഴിച്ചൊരു ചായയും കുടിച്ച് നേരെ ഞാൻ ജിമ്മിലേക്ക് പോയിട്ടോ. വർക്കൗട്ട് കഴിഞ്ഞ് നേരെ പോയിട്ട് ഞാനിതാ ഒരു ചീസ് അൽഫാം അങ്ങോട്ട് കഴിച്ചിട്ടോ. അൽഹംദുലില്ലാ റാഹത്തായി. അത് കഴിഞ്ഞ് നേരെ പോയിട്ട് നൂട്ടല്ലപ്പാനുണ്ടായി, അതും വാങ്ങി കഴിച്ചിട്ടോ. അത് കഴിഞ്ഞ് നേരെ അനുപേട്ടന്റെ കടയിൽ പോയിട്ട് ഞാൻ എന്താ പറയാ ദോശയും ഗ്രീൻ പീസും പിന്നെ 10 കാടമുട്ടയും അങ്ങോട്ട് കഴിച്ചിട്ടോ. പോണ വഴിക്കൊരു ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ട് അവിടെ നിന്ന് അവിനൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലൊക്കെ എത്തിയാണ് ഞാൻ 3 പഴമാണ് ആദ്യം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രഷ് കൈ വന്നിട്ട് ആപ്പിൾ പീസും 5 കോഴിമുട്ട പൊയ്യാൻ കഴിച്ചിട്ടോ. നല്ല ഹെൽത്തി അല്ലത്. പിന്നെ ഈ ഒരു ബണ്ണും പിന്നെ ഒരു ജ്യൂസും പിന്നെ കേക്കും എടുത്ത് കഴിച്ചിട്ടോ. നൂട്ടലിന് വേറിട്ട് മുക്കി തന്നപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സും കഴിച്ച് പഴം എടുത്ത് കഴിച്ചിട്ടോ. നാളെ തൊട്ട് നോമ്പെടുങ്ങല്ലേ, ഞാൻ പോയിട്ട് വേഗം ഉറക്കഗുളിക വാങ്ങി സ്റ്റോക്ക്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഒരാൾ തിന്ന് ഇതാക്കണു, ഒരാൾ പൈപ്പ് എങ്ങനെ തുറക്കണമെന്ന് ട്യൂട്ടോറിയൽ കാണിക്കണു. നമ്മളൊക്കെ ആരാ? എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. എന്തായാലും നോമ്പ് തുറന്നത് അവിടുത്തെ കടക്കാർക്കൊക്കെ സങ്കടമായി ഇതാ കേട്ടെ. കുറേ പേരൊക്കെ മനത്തൊന്ന് മരിക്കാനൊക്കെ പോയി ഇതാ കേട്ടെ. കാരണം അത്രമാത്രം കച്ചവടം ഇതൊക്കെ കിട്ടണില്ലേ. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഇതില് നമ്മുടെ റോസ്റ്റേഴ്സിന് ഒരു തരംഗമായ ലെജൻഡ് വണ്ടാണിത്. നമുക്ക് കാണാം. ഒരു റാപ്പ് പാടിയിട്ട് അതിപ്പോ എല്ലാവർക്കും അറിയായിരിക്കും. അതേപോലത്തെ ഏതോ റാപ്പാന്ന് തോന്നണേ. നോക്കാം. ആ വീഡിയോ കുറച്ച് ഏറെ കയറിയത്, നല്ല ഏറെ കയറി. ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വന്നു, ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം എങ്ങനെയാ ബ്രോ, ഹേറ്റേഴ്സ് അതൊക്കെ വരും, അതൊന്നും കാര്യമാക്കണ്ട. അപ്പട്ടാണ് നമ്മുടെ മച്ചാൻ ഉയരുന്നത്. ഇയാളല്ല ഈ മനുഷ്യൻ
നല്ലൊരു പാട്ടുകാരനാണ്, എനിക്കറിയാം. കളിയാക്കി പറയുന്നത് സത്യസന്ധമായിട്ട് എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ നല്ലൊരു പാട്ടുകാരനാണ്. പിന്നെ എനിക്കധികം എല്ലാവരും ഹേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് വെച്ചാൽ ട്രോളാ വരുന്നത് ചെയ്യാറില്ല. പാട്ടിൻ്റെ വരികൾ കാരണമാണ്. എനിക്ക് ആളുടെ പാട്ടൊക്കെ ഇഷ്ടമാണെന്നൊന്നും പറയില്ല, ഞാൻ കേൾക്കാറൊക്കെ ഉണ്ട്. ഒരു ഡൈ ഹാർട്ട് ഫാൻ അങ്ങനെയൊന്നും ഞാൻ പറയണില്ല. ബ്രോയുടെ പുതിയ റാപ്പ് വേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാരും. എന്തെങ്കിലും പുതിയൊരു റാപ്പ് പാടാനുണ്ടോ നമുക്ക്? വീണ്ടും എന്നെ ഏറിക്കേട്ടുള്ള പരിപാടിയില്ലേ? ഇല്ല ബ്രോ, ധൈര്യമായിട്ട് പഠിക്കോ. ഒരു പുതിയ സോങ്, ഒരു വെറൈറ്റി നീയൊക്കെ എങ്ങനെ ട്രോൾ ചെയ്യുന്ന എനിക്ക് അറിയണം. അത്രേ ഉള്ളൂ. ആ, ഞാൻ ഒരെണ്ണം ചെയ്യാം. നീ ട്രോൾ ചെയ്യില്ല നോക്കാല്ല. ഓക്കെ. കണൽ നെഞ്ചിപ്പാടും പ്രതീക്ഷകൾ, പൂവണിയും സ്വപ്നങ്ങൾ, കനവിലേറിച്ച് തകതിയിലൂടെ തേടിയോടും പാട്ടുകളിലേക്ക് ചേരും മാറ്റങ്ങൾ. ഈ രണ്ടു വാക്കുകൾ നിറവേറാം പ്രതീക്ഷകൾ, ആ രണ്ടു വാക്കുകൾക്ക് സ്വപ്നവും പരാജയം. യമാതിമയക്ക ചിന്തയിൽ ചോദ്യവും പ്രതീക്ഷകൾ, ഞാൻ ഈ ശൂന്യതയിൽ കെടാത്തിരികൾ പോൽ കനവിലൂടെ ഓടി നടന്നു നേടുമൻ പ്രതീക്ഷകൾ. വിശ്വാസ ചോരയിൽ പെരുകി തനിയിൽ ചിന്തകൾ, ചലനമായ കണ്ണുകൾ തേടുമൻ പ്രതീക്ഷകൾ. എന്നിലെ ജീവൻ തുമ്പിൽ പറയുമൻ പ്രതീക്ഷകൾ. ചിന്തകൾ പുറ്റുകളായി മാറിയൻ പ്രതീക്ഷകൾ, ചായമായ അക്ഷരങ്ങൾ പോലെ എൻ ജീവിതം ഇരുളിലേക്ക് തേടി മാറി പോകുമൻ ചിന്തകൾ, പോകുമൻ ചിന്തകൾ. നിലച്ചതും നടന്നതും ഭാഗം എവിടെയോ കടന്നു പോയി കാലം, ഇരുളുകൾ തടസ്സമായി നിഴലിൽ പോൽ. ഗായ്സ്, ഇത് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഈ റാപ്പിന് അധികം എനിക്ക് അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിലും കേൾക്കാൻ കൊള്ളാം. പക്ഷെ അർത്ഥം മനസ്സിലായിട്ട് ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഫീൽ വരും. അടുത്ത കാണാം. അടിപൊളിയായിട്ടുണ്ട് സത്യം പറയാലോ. വിഷയം ഈ ഒരു മനുഷ്യന്റെ മെയിൻ വിജയം എന്ന് വെച്ചാൽ ഈ ട്രോളാണ്. ഞാൻ വരെ ഇത് കാണുന്നത് ഒരാൾക്കാരുടെ റോസ്റ്റിക് അഥവാ ട്രോൾ, അതിലാണ് ഞാൻ ഈ മനുഷ്യനാദ്യമായിട്ട് കാണുന്നത്. പിന്നെ കണ്ട് ഫാനായിരുന്നില്ല, വല്ലപ്പോഴൊക്കെ വന്നു പോയാൽ ഒന്ന് ചെറുതായിട്ട് നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ, സൈനിങ് ഔട്ട്.